ശബരിമല തന്ത്രിയായി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ ഇന്ന് ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം നിയമിച്ചേക്കും. ബോർഡ് നിയോഗിച്ച 3-അംഗ സമിതി ബ്രഹ്മദത്തൻ തന്ത്രിസ്ഥാനം വഹിക്കാൻ യോഗ്യനാണെന്ന റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. രാവിലെ 10:30 ചേരുന്ന ബോർഡ് യോഗത്തിലാണ് അന്തിമ തീരുമാനം. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ, എന്തായാലും ബ്രഹ്മദത്തൻ യോഗ്യനാണെന്ന വിദഗ്ധ സമിതി അറിയിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ബോർഡിന്റെ തീരുമാനം ബ്രഹ്മദത്തൻ തന്നെ ആയിരിക്കില്ലേ തന്ത്രി എന്നുള്ളതാണ്. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു 3-അംഗ സമിതിയുള്ള ഒരു ബോർഡിനെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് നിയമിക്കുന്നത്. താന്ത്രിക വിദ്യയിലൊക്കെ പ്രാവീണ്യമുള്ള 3 പേരെയാണ് ഇത്തരത്തിൽ ഇതിൽ ചുമതലപ്പെടുത്തിയിരുന്നത്. അക്കീരമൺ, കാളിദാസ ഭട്ടതിരിപ്പാട് അടക്കമുള്ള 3 അംഗങ്ങളെയാണ് ഇത്തരത്തിൽ ഈ തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മദത്തിന് പ്രാവീണ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിനായി നിയമിച്ചിരുന്നത്. അവരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബ്രഹ്മദത്തൻ ഈ താന്ത്രികപരമായി പ്രാവീണ്യമുള്ള ഒരാളാണ്. ഇതിനു മുമ്പ് അച്ഛനോടൊപ്പം ശബരിമലയിൽ കർമ്മങ്ങൾക്കൊക്കെ തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ താന്ത്രികപരമായിട്ടുള്ള ഒരു തടസ്സങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങളും ഈ ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കുന്നതിലില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ 3 അംഗങ്ങളടങ്ങിയ സമിതി ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് നൽകുന്നത്. എന്തായാലും ഇതിന്മേൽ ദേവസ്വം ബോർഡിന്റെ അന്തിമ തീരുമാനം എന്തായാലും ബ്രഹ്മദത്തിന് അനുകൂലമായി വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ശബരിമലയിൽ ഈ സീസണിൽ ആരാകും തന്ത്രി എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ബോർഡ് പ്രധാനമായും തീരുമാനം എടുക്കുക. കണ്ഠരര് രാജീവര് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തനിക്ക് തന്ത്രിയെ തുടരാൻ കഴിയില്ല, ആ ഒഴിവിലേക്ക് തന്റെ മകന് പരിഗണിക്കണമെന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശബരിമല വിഷയങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് തന്നെ ഈ കത്ത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് കൈമാറുകയും ഹൈക്കോടതി ആ കത്ത് തിരിച്ച് ദേവസ്വം ബോർഡിലേക്ക് കൈമാറുകയും ചെയ്യുകയായിരുന്നു. ദേവസ്വം ബോർഡിന് ആ കാര്യത്തിൽ തീരുമാനം എടുക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരുന്നത്. എന്നാലും ദ്രുതഗതിയിൽ ഒരു തീരുമാനം എടുക്കാതെ തന്നെ 3-അംഗ സമിതിയൊക്കെ തീരുമാനിച്ച് ഇത് താന്ത്രികപരമായിട്ട് ബ്രഹ്മദത്തിന് അതിനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ അത് പ്രാവീണ്യമുണ്ടോ എന്നുള്ള തരത്തിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇന്നത്തെ ബോർഡ് യോഗം വളരെ നിർണായകമാകും. ബ്രഹ്മദത്തിന് അനുകൂലമായി തന്നെ തീരുമാനം എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരി, എന്തായാലും ശബരിമല തന്ത്രിയായി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തിനെ തീരുമാനിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.